കേരളത്തിൽ 2017 ചീഫ് സെക്രട്ടറിയായി വിരമിച്ചിട്ടുള്ള ഒരു മാന്യദേഹമാണ് ഡോക്ടർ KM എബ്രഹാം. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കണ്ടത്തിൽ മാത്യു എബ്രഹാം. ഈ പേരിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. അതിന് കുറച്ച് സസ്പെൻസ് ഉണ്ട്, അതെനിക്ക് പറയാനുണ്ട് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെ കണ്ടത്തിൽ മാത്യു എബ്രഹാമിനെതിരെ 2015 തന്നെ ജോമോൻ പുത്തമ്പുരക്കൽ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഈ പറയുന്ന പാവപ്പെട്ട സാധാരണക്കാരായ അഴിമതിക്കാരെയൊന്നും വെറുതെ വിടാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെ ജോമോൻ പുത്തമ്പുരക്കലിന് അഴിമതിയൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് പറഞ്ഞ് വിജിലൻസ് കോടതിയിൽ ഒരു കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ അന്ന് നമ്മുടെ ജേക്കബ് തോമസ്, അതായത് വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ജേക്കബ് തോമസ് അടക്കം അദ്ദേഹം 2016 ഡിസംബറിൽ ഈ പറയുന്ന അദ്ദേഹത്തെ വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ വിജിലൻസ് ആ കേസിൽ വലിയ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാനുള്ള ഒരു വ്യഗ്രത കാണിച്ചു. അങ്ങനെ ആ കേസിൽ നിന്ന് എഴുതി തള്ളപ്പെട്ടു, അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പോൾ വിജിലൻസ് കോടതിയുമൊക്കെ ഇത്തരക്കാരോടൊക്കെ വലിയ അനുഭാവം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് വിജിലൻസ് കോടതിയും എന്ത് ചെയ്തു, ഈ പറയുന്ന കേസ് വെറുതെ വിട്ടു. അങ്ങനെ ഡോക്ടർ KM എബ്രഹാം വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വീണ്ടും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് നമ്മുടെ ശിവശങ്കരൻ ജയിലിലായി ഒരു പോസ്റ്റ് ഒഴിവ് വന്നപ്പോൾ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞ പോസ്റ്റിൽ വിരാജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണ്. ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷനും ബാക്കിയുള്ള പ്രശ്നങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ജയിലിലായത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന ഒരാളെ തിരയുകയായിരുന്ന പിണറായി വിജയന് വീണ് കിട്ടിയിട്ടുള്ള ഒരു മണിമുത്താണ് നമ്മുടെ ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി അദ്ദേഹം വിരാജിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ എതിരെ ഈ കഴിഞ്ഞ ദിവസം ഒരു കോടതി വിധി ഉണ്ടായി. ആ കോടതി വിധി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് K ബാബു അദ്ദേഹം വിധിച്ചത്, സിംഗിൾ ബെഞ്ച് വിധിച്ചത് ഈ ഡോക്ടർ KM എബ്രഹാമിൻ്റെ കേസ് ഇങ്ങനെ എഴുതി തള്ളേണ്ടതല്ല, അതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട്, അതുകൊണ്ട് അത് CBI അന്വേഷിക്കണം എന്നാണ് പറഞ്ഞത്. CBI അന്വേഷിച്ചാലും ഈ പറയുന്ന കണ്ടത്തിൽ മാത്യു എബ്രഹാം എന്ന് പറയുന്ന KM എബ്രഹാമിന് എന്തെങ്കിലും കുഴപ്പം പറ്റും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ അതിൽ കഴമ്പുണ്ട് എന്ന് കോടതി കണ്ടെത്തിയത്. അത് തള്ളിക്കളയാനായിട്ട് നമ്മുടെ മാന്യനായിട്ടുള്ള സത്യസന്ധനാണെന്ന് പേര് കേട്ടിട്ടുള്ള ജേക്കബ് തോമസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ കൂട്ടുനിന്നു എന്ന് പറയുന്ന വലിയ പരാമർശവും കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രാഷ്ട്രീയ കേരളത്തിൽ ഈ ചർച്ച ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ഈ പറയുന്ന മാന്യദേഹം ഡോക്ടർ KM എബ്രഹാം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ഈ പറയുന്ന അദ്ദേഹത്തെ പുറത്താക്കണമെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയനോ KM എബ്രഹാമിനോ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അവരൊന്നും അചഞ്ചലരായിരിക്കുകയാണ്. കാരണം അവരൊക്കെ ഇതത്ര കണ്ടിട്ടുള്ളതാണ്. കൂടാതെ ഇപ്പോൾ വിഷുവിന് നമ്മുടെ ഡോക്ടർ KM എബ്രഹാം എല്ലാവർക്കും ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് കിഫ്ബിയിലെ തൊഴിലാളികൾക്ക്. കിഫ്ബിയിലെ തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഏതാണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടക്കാരെയും സ്വന്തക്കാരെയൊക്കെ തന്നെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു മെസ്സേജ് അയച്ചേക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തത് ജോമോൻ പുത്തമ്പുരക്കലാണ്. ജോമോൻ പുത്തമ്പുരക്കലിനെയും അവഹേളിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജേക്കബ് തോമസിനെ അവഹേളിച്ചുകൊണ്ടും പിന്നെ കോടതിയിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആണ് അദ്ദേഹം ഈ പറയുന്ന എല്ലാവർക്കും തന്നെ ഒരു കത്തയച്ചിട്ടുള്ളത്. നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നുമല്ല. പ്രധാനപ്പെട്ട കാര്യം ഈ ഡോക്ടർ KM എബ്രഹാം എന്ന് പറയുന്നത് ആളൊരു രസികനാണെന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ പറയുന്ന ഹൈക്കോടതി ചോദിച്ചു, കാരണം ഇദ്ദേഹത്തിൻ്റെ സ്വത്തുവകകളെക്കുറിച്ച് കോടതി കണ്ടെത്തിയത് കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മുംബൈയിൽ ഒരു 3 കോടി രൂപയുടെ ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ 1 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റ് തിരുവനന്തപുരത്തുണ്ട്, പിന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരു 8 കോടി രൂപയുടെ കടപ്പാക്കടയിൽ കൊല്ലത്തുണ്ട്. അപ്പോൾ ഈ കടപ്പാക്കടയിൽ കൊല്ലത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് പുള്ളി 1 രൂപ പോലും മുടക്കിയിട്ടില്ല. അതൊക്കെ പുള്ളിയുടെ സഹോദരങ്ങളൊക്കെ കൂടി പണിത് പുള്ളിക്ക് തന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള 3 കോടിക്കും 1 കോടിക്കും ഒക്കെയുള്ള പല ഫ്ലാറ്റുകളുണ്ട്, അതിലൊക്കെ പുള്ളി EMI അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ എങ്ങനെയാണ് പുള്ളിയുടെ സമ്പാദ്യശീലം എന്നുള്ളത് മലയാളികളൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം പുള്ളിക്ക് കിട്ടുന്ന ശമ്പളം, അതായത് 2015 പുള്ളിക്ക് കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് പുള്ളി EMI അടച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇത് അണ്ടർലൈനായിട്ട് കേൾക്കേണ്ടതാണ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ നമ്മൾ ബാങ്കിൽ ലോണായിട്ട് തിരിച്ചടക്കുകയാണ്. അപ്പോൾ ഈ ലോണായിട്ട് തിരിച്ചടക്കുന്നത് എങ്ങനെ എന്ന് കോടതിക്ക് തന്നെ മനസ്സിലായില്ല. കാരണം കോടതി ജഡ്ജിമാരൊക്കെ ആണെങ്കിലും അവർ സമ്പാദ്യശീലമൊക്കെ ഉള്ളവരാണല്ലോ. അപ്പോൾ അവർക്ക് തന്നെ ഇത് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് സാധിക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ ഡോക്ടർ മാത്യു എബ്രഹാം, അതായത് KM എബ്രഹാം, കണ്ടത്തിൽ മാത്യു എബ്രഹാം പറഞ്ഞ കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പറഞ്ഞത്, എൻ്റെ അച്ഛനും അമ്മയും റിട്ടയേർഡ് ആയിട്ടുള്ള അധ്യാപകരാണ്, അവർ പ്രൊഫസേഴ്സൊക്കെ ആയിരുന്നു.
അപ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ പറയുന്ന EMI അടച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പം തോന്നില്ല. കാരണം അവരുടെ വരുമാനവും കൂടി ചേർക്കുമ്പോൾ ഇനി പുള്ളിയുടെ ശമ്പളവും കൂടി ചേരുമ്പോൾ വളരെ കഞ്ഞിയൊക്കെ കുടിച്ച് അരിഷ്ടിച്ചൊക്കെ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ലോൺ അടക്കാനുള്ള കാശ് കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ ചിരിപ്പിക്കുന്ന രസിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ എന്ന് പറയുന്നത് ഏതാണ്ട് 20 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. അതായത് അപ്പോൾ അദ്ദേഹത്തിന് പെൻഷൻ ഇല്ലല്ലോ, കാരണം മരണത്തിൽ മരിച്ചു പോയ ഒരാൾക്ക് പെൻഷൻ കിട്ടില്ല. പിന്നെ അമ്മയും 9 കൊല്ലം മുമ്പ് മരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ മരിച്ചു പോയിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പാവം കണ്ടത്തിൽ മാത്യു എബ്രഹാം പറയുന്നത്. ഇനി അടുത്തൊരു തമാശ എന്ന് പറയുന്നത്, ഇദ്ദേഹം തന്നെ ഈ കിഫ്ബിയുടെ CEO ആണ്. അദ്ദേഹത്തിന് 3-4 പോസ്റ്റുകളുണ്ട് കേട്ടോ. ഒന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. രണ്ടാമത്തേത് അദ്ദേഹം കിഫ്ബി വഴിയാണ് വലിയ തോതിലുള്ള പണം ചെലവഴിക്കുന്നത്, അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. KDISC എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനാണ്. KDISC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, അതിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനാണ്. പിന്നെ നമുക്കറിയാലോ ഇത്തരത്തിൽ മറ്റ് പല പദവികളൊക്കെ അദ്ദേഹം ഏതാണ്ട് 3-4 പദവികൾ വഹിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കേരള ബഡ്ജറ്റിലൂടെയും അല്ലാതെയും വരുന്ന കേരളത്തിലേക്കുള്ള 10,000-കണക്കിന് കോടി രൂപയുടെ ചെലവൊക്കെ നിയന്ത്രിക്കുന്നതിൻ്റെ അവസാന വാക്ക് ഡോക്ടർ KM എബ്രഹാമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് നേരത്തെ തന്നെ കേസുള്ള, ഏതാണ്ട് അതിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ തെളിവുണ്ട് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ള ഒരു മഹാനായ മനുഷ്യനെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി മറ്റ് ചില തമാശകളിലേക്ക് കൂടി കിടക്കാം. ആ തമാശകളൊക്കെ കേട്ടാൽ, ഇപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന് കേട്ടാൽ കേരളീയർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കാരണം ഇതൊക്കെ നമ്മൾ പരിചയിച്ചതാണ്. പലവും വരവിൽ കവിഞ്ഞ സ്വത്തൊക്കെ മിക്ക ഉദ്യോഗസ്ഥന്മാരൊക്കെ സമ്പാദിക്കുന്നതാണ്, വലിയ സമ്പാദ്യശീലമുള്ള ആളുകൾ. പക്ഷേ ഈ അച്ഛനും അമ്മയുടെയും പെൻഷൻ നമ്മളെ അത്ഭുതപ്പെടുത്തും. ഇനി അടുത്തൊരു അത്ഭുതവും കൂടിയുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ ശമ്പളം ഇപ്പോൾ ഏതാണ്ട് ഒരു 3.25 ലക്ഷം രൂപയാണ്. ഈ 3.25 ലക്ഷം രൂപ ശമ്പളം കിഫ്ബിയുടെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ KM മാത്യു തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും 10% ഇൻക്രീസ് വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് വേണമെന്ന് തീരുമാനിക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുമ്പോൾ ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒരു 4-4.25 ലക്ഷം രൂപയിലേക്ക് എത്തിച്ചേരും. അപ്പോൾ അത് ഓണറേറിയമായിട്ടാണ് കൈപ്പറ്റുന്നത് എന്നുള്ളത് കൊണ്ട് നേരത്തെ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ മേടിക്കാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പെൻഷൻ കൂടി കിട്ടും. അങ്ങനെ മറ്റു പല ആനുകൂല്യങ്ങളൊക്കെ കൂടി കിട്ടുമ്പോൾ ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപയുടെ വരുമാനം മാത്രമേ ഈ പാവപ്പെട്ട സാധാരണക്കാരനായിട്ടുള്ള ഡോക്ടർ KM എബ്രഹാമിനുള്ളൂ. അദ്ദേഹം ഇതൊക്കെ അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള, അതുപോലെ തന്നെ IIT കാൺപൂരിൽ നിന്ന് M.Tech കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹം വിദേശത്തൊക്കെ പല സ്ഥലങ്ങളിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കർത്തവ്യ വ്യഗ്രതയെ ഞാൻ കുറച്ച് കാണുന്നില്ല. പിന്നെ പിണറായി വിജയനെയും ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ തീർച്ചയായും അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. കാരണം മറ്റാരെയും തന്നെ ഈ പുതിയതായി സർവീസിലുള്ള ആരെങ്കിലും ഒക്കെ വെച്ചാൽ ഇത്ര ശമ്പളം കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അത്രയും കഴിവുള്ള ആളുകളെ അദ്ദേഹം കൃത്യമായി ഹാൻഡ് പിക്ക് ചെയ്ത് കണ്ടെത്തുന്നു എന്നുള്ളത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. ഇതിന് മുമ്പുണ്ടായിട്ടുള്ള ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കരൻ, അദ്ദേഹം എഴുതിയൊരു കഥ നമുക്ക്, അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയൊരു ആത്മകഥയുണ്ട്. അത് ആത്മകഥ എഴുതിയതിന് ശേഷം ആകെ പുകിലായി. കാരണം അദ്ദേഹം സത്യസന്ധനാണ്, വളരെ ധാർമ്മികമായി വളരെ മര്യാദക്കാരനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അശ്വത്ഥാമാവ് വെറും ഒരാന എന്ന് പറയുന്ന ഒരു ബുക്ക് എഴുതിയത്. സത്യത്തിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വായിക്കാൻ കൊടുത്ത് അവരെ സമാധാനിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതുകൊണ്ട്, കാരണം ഈ പറയുന്ന സ്വപ്ന സുരേഷിന് വലിയ തോതിലുള്ള പ്രശ്നം തോന്നി. അതുകൊണ്ട് സ്വപ്ന സുരേഷ് ഉടനെ തന്നെ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞു മറ്റൊരു ബുക്ക് എഴുതിക്കൊണ്ട് ആഞ്ഞടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈ പറയുന്ന നമ്മുടെ KM എബ്രഹാം എന്ന് പറയുന്ന ആൾ, അദ്ദേഹം മിക്കവാറും ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിലോ ഈ സ്വത്ത് കേസിലോ ഒക്കെ പെട്ട് മിക്കവാറും ഇനിയിപ്പോൾ ജയിലിലാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ജയിലിലായാലും അല്ലെങ്കിലും അദ്ദേഹം ഇനി തിരിച്ചു വന്നാൽ അദ്ദേഹത്തിന് കൂടി ഒരു ബുക്ക് എഴുതാം. അതെന്ന് പറയുന്നത് ജോമം പുത്തമ്പുരക്കൽ വെറും ഒരു ചേന എന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ബുക്കുകൾ അദ്ദേഹം എഴുതുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ബുക്കുകളൊക്കെ തന്നെ തീർച്ചയായിട്ടും മിക്കവാറും മനോരമയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിക്കപ്പെടും. കാരണം ഇദ്ദേഹം കണ്ടത്തിൽ കുടുംബത്തിലെ ഒരംഗമാണ്. കാരണം കണ്ടത്തിൽ കുടുംബക്കാരാണ് മനോരമ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ആ കുടുംബക്കാരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ സമ്പാദ്യശീലരാണ്. അവർ അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിഭവ സമാഹരണം നടത്താൻ കഴിവുള്ള ആളുകളാണ്. ഇനി പണം എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് വന്നു ചേരാൻ കഴിയുന്ന ലെവലിലുള്ള അത്തരത്തിലുള്ള പ്രാഗൽഭ്യമുള്ള കാന്തത്തെ പോലെ കാന്തവിരുമ്പിനെ എന്ന പോലെ പണത്തെ ആകർഷിക്കാൻ കഴിവുള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള കഴിവുള്ള ആളുകൾ ഇനിയും തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് സർവീസുകളിൽ ഉണ്ടാകട്ടെ.
അതിന് പിണറായി വിജയൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ടൈലൻ്റ് കൂടിയുണ്ട്. അതെന്ന് പറയുന്നത് ഈ KM എബ്രഹാമും പറഞ്ഞേക്കണ ഒരു വാചകമുണ്ട്. ഈ ആളുകൾക്കൊക്കെ എഴുതിയിട്ടുള്ള ഇമെയിലിൽ, അതായത് കിഫ്ബിയിലെ സ്റ്റാഫുകൾക്കൊക്കെ എഴുതിയിട്ടുള്ള ഇമെയിലിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിണറായി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാമെന്നാണ്. പിണറായി ഇങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ സാധ്യതയില്ല. കാരണം SNC ലാവ്ലിൻ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാളാണ് ഡോക്ടർ KM എബ്രഹാം. അദ്ദേഹം അന്ന് ധനകാര്യ വകുപ്പിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പല തസ്തികകളും വഹിച്ചിട്ടുണ്ട്. എറണാകുളത്തും അതുപോലെ തിരുവനന്തപുരത്തും അടക്കം പല സ്ഥലങ്ങളിലും അദ്ദേഹം ജില്ലാ കളക്ടറായിരുന്നു. പിന്നെ ധനകാര്യ വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ പല തരത്തിലുള്ള തസ്തികകളും വഹിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും നമ്മളെ കേരളത്തെ ഒന്നാകെ വഹിക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നു എന്നറിയുന്നതിൽ എനിക്ക് വളരെ വളരെ സന്തോഷം. ഡോക്ടർ KM എബ്രഹാമിന് എല്ലാവിധ ആശംസകളും.